ഒരു മന്ത്രി, MLA, MP എന്റെ നാട്ടുകാരാണ്, ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ്. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല എന്റെ ഒരു പഴയ സുഹൃത്ത്, അദ്ദേഹം മറന്നുപോയിട്ടെന്ന് തോന്നുന്നു. വളരെ ചെറുപ്പത്തിൽ വോട്ടുപയോഗിക്കുന്നത് ജനിച്ചപ്പോൾ മുതൽ നേതാവാകാനായി ജനിച്ചൊരു മനുഷ്യനാണ്. അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിക്കണ്ട് അദ്ദേഹത്തിന്റെ വളർച്ചയെ കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആലപ്പുഴയുടെ മാന്നാറിന്റെ ചെന്നിത്തലയുടെ ഒക്കെ സഹായ അംഗമായ രമേശ് ചെന്നിത്തലയെ വളരെ അഭിമാനപൂർവ്വം സസന്തോഷം ഈ വേദിയിലേക്ക്, ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി യോഗത്തിൽ കടന്നു വരാൻ കാണിച്ച താല്പര്യത്തെ ഒക്കെ മുൻനിർത്തി സദർശം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഡോക്ടർ സാറാണ്. എനിക്ക് പരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ മുമ്പോട്ട് വെക്കുന്ന വലിയ പരിപാടിയുടെ അവതരണമാണ്, ആ തുടക്കമാണ് മേഡം നിർവഹിച്ചത്. മാഡത്തിന്റെയൊക്കെ സദരണത്തോടുകൂടി നമ്മൾ സഡനായി മുമ്പോട്ട് പോകുമല്ലോ. അതുകൊണ്ട് മേഡത്തിന്റെ ഈ വലിയ സദരണത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം. ഞങ്ങളിവിടെ ചാർട്ട് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ അത്ര ബന്ധിപ്പിക്കുന്നില്ല. എന്താണ് ഇതിന്റെ പരീക്ഷ, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് കവറേജുകൾ ലഭിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് ചുരുക്കത്തിൽ പറയാം. 18 മുതൽ 70 വയസ്സ് പ്രായത്തിലുള്ള ആൾക്കാർക്കാണ് ഈ കവറേജ് പരീക്ഷ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഈ വ്യാപാര വ്യവസായ അസോസിയേഷൻ മെമ്പേഴ്സിനെ മാത്രമാണ്, ഞാൻ എടുത്തു പറയാം, വ്യാപാര വ്യവസായ മെമ്പേഴ്സിന് മാത്രമാണ് ഈ പ്രത്യേകമായി ഡിവൈസ് ചെയ്തിരിക്കുന്ന പാരന്റ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ വരുന്ന പരീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഞാൻ പറയാം. മെയിനായിട്ടുള്ളത് ഒരു ഡെത്ത് ബെനിഫിറ്റ് കവർ, 25 ലക്ഷത്തിന്റെ ഡെത്ത് ബെനിഫിറ്റ് കവർ അവരവരുടെ നോമിനികൾക്ക് നൽകുന്ന ഒരു കവറാണ്. പേഴ്സണൽ ആക്സിഡന്റ്, അതായത് വ്യക്തിഗത അപകട മരണം കാരണം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ കൊടുക്കുന്ന ഒരു പോളിസിയാണിത്. അതോടൊപ്പം തന്നെ സപ്പോസ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചികിത്സാ സഹായമായി 1 ലക്ഷം രൂപയുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കുകയാണ് ഈ പോളിസിയിൽ തന്നെ. ഇത് കൂടാതെ തന്നെ ലോസ് ഓഫ് 1 limb and 1 eye അതിലേക്ക് 2 ലക്ഷം രൂപയും പെർമനന്റ് ടോട്ടൽ ഡിസേബിൾമെന്റ്, അതായത് ഏതെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടായാൽ അതിലേക്ക് 4 ലക്ഷം രൂപയുടെ പരിരക്ഷയുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ലോസ് ഓഫ് 1 limb or 1 eye 1 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ഈ പോളിസിയിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനേക്കായി നിങ്ങളുടെ വ്യാപാര വ്യവസായ അസോസിയേഷൻ മെമ്പേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഓറിയന്റ് ഇൻഷുറൻസ് പാപ്പർപൂർ ബ്രാഞ്ചുമായിട്ടാണ് ഇത് ഈ ഒരു പരിരക്ഷാ പദ്ധതി തുടങ്ങുന്നത്. ഈ പോളിസി പദ്ധതിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് വ്യാപാര അസോസിയേഷൻ മെമ്പേഴ്സുമായിട്ട് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ്. Hope this will be a very successful program for the entire Vyapari Association members, for their family as well. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാരികൾക്ക് ഒരു വലിയ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇവിടെ ഇന്ന് ഏർപ്പെടുത്താൻ പോകുന്നത്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിക് അണ്ടർടേക്കിംഗ്സിന്റെ സഹായത്തോടെയാണ് വ്യാപാരികൾക്ക് വേണ്ടി ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപകടമരണമുണ്ടായാൽ അവർക്ക് 26 ലക്ഷം രൂപ വീതം ആനുകൂല്യം ലഭിക്കും. 1000 രൂപയാണ് പ്രീമിയം. അതുപോലെ ആശുപത്രിയിൽ പരിക്ക് പറ്റിയ ആശുപത്രിക്ക് വന്നാൽ അതിൻ്റെതായ രീതിയിലുള്ള സഹായങ്ങൾ ലഭ്യമാണ്. ചുരുക്കത്തിൽ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ആക്സിഡന്റുകൾക്ക് ക്ലെയിം ലഭിക്കുന്ന ഒരു നല്ല പദ്ധതിയാണ്. 1000 രൂപയാണ് എൻ്റെ പ്രീമിയമായി അടയ്ക്കേണ്ടത്, ഇല്ലേ? 1000 രൂപ അടയ്ക്കണം. വൺ ടൈം. ഒരു വർഷത്തേക്ക് 1000 രൂപ അടച്ചാൽ അവർക്ക് മരണമുണ്ടായാൽ 26 ലക്ഷം.
അതുപോലെ ആക്സിഡന്റ് ഉണ്ടായാൽ അതിനനുസരിച്ചുള്ള ക്ലെയിം സമർപ്പിച്ചാൽ ലഭ്യമാകുന്ന വളരെ ഐഡിയലായ ഒരു പദ്ധതിയാണ്. അവരുടെ ജീവിതം വഴിമുട്ടാൻ പാടില്ല. അവർക്ക് ഒരു സഹായം എന്നുള്ള നിലയിൽ കുടുംബാംഗങ്ങളെയും അവരെയും തന്നെ സഹായിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിന് മുൻകൈയെടുത്ത ശ്രീ സംസ്ഥാന പ്രസിഡന്റ് പാളയം ശോഭനെ മുത്തരങ്ങൾ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ കാരണം അതാണ് ഏറ്റവും ആവശ്യം. ഏതെങ്കിലും അസുഖം ഉണ്ടായാൽ സർക്കാരിനെ കാത്തിരിക്കേണ്ട, മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിനെ കാത്തിരിക്കേണ്ട. ഞാൻ പ്രവർത്തനം എല്ലാ വികസിത രാജ്യങ്ങളിലും നിലവിലുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇപ്പൊ മാരകമായ അസുഖങ്ങൾക്ക് ഒരു ക്യാൻസർ വന്നാൽ അവരുടെ കുടുംബം നശിച്ചു. ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്നാൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ധാരാളം രോഗികൾ, ഡയാലിസിസ് രോഗികൾ, അതോടൊപ്പം തന്നെ കിഡ്നി അസുഖമായിട്ടുള്ള ആളുകൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ മാറാവ്യാധികൾ തന്നെയാണ് ധാരാളം നമ്മുടെ നാട്ടിൽ. ഒരു ജനപ്രതിനിധികൾ നമ്മുടെ അടുക്കൽ വരുന്ന ഇതെല്ലാം ഇത്തരം ആളുകളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അത് വ്യാപകമായി ചെയ്യുകയാണെങ്കിൽ പ്രീമിയം കുറയും, അല്ലേ? വ്യാപകമായി കുറയാണെങ്കിൽ പ്രീമിയം കുറയും. കേരളത്തിലെ 3 ലക്ഷത്തോളം 1.5 കോടിയോളം ജനങ്ങളെ ഇൻഷുർ ചെയ്യാൻ ഒരു പദ്ധതി വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായി. അങ്ങനെ വന്നാൽ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. അസുഖം ബാധിച്ച് മരണമടഞ്ഞാൽ അവരുടെ ആ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സഹായം കിട്ടും. തന്നെയുമല്ല ചികിത്സാ സഹായം കിട്ടും. ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ലഭ്യമാണ്. അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ ഏത് രോഗത്തിനും ചികിത്സ ലഭിക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം. ഏതായാലും ഈ ഇന്റർനാഷണൽ വ്യവസായ കോൺഗ്രസ് ശ്രീ പാളയം ശോഭയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിന് സർവ്വവിധ പിന്തുണയും രേഖപ്പെടുത്തുന്നു. കൂടുതൽ വ്യാപാരികളെ ഇതിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത് എല്ലാ കവറേജിലുള്ള ഒരു കാര്യമാണ്. അതുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായി